പെർമിറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നമുക്കിതിന് വേണ്ടതെന്നും ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നും ഫസ്റ്റ് നമ്മൾ ഇത് എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇത് എന്താണ് നമ്മുടെ ജോലിയെന്ന് നമ്മൾ എഴുതണം. എന്തൊക്കെ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നും എത്ര സമയം മുതൽ എത്ര സമയം വരാമെന്നും എക്സാക്റ്റ് ലൊക്കേഷൻ ആൻഡ് എത്ര മാൻ പവർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിസീവർ ചെയ്യേണ്ടത്. ബാക്കി ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ ചെയ്യുന്നത് ഇഷ്യൂറാണ്. അത് ഇഷ്യൂർ ചെയ്തോളും. പിന്നെ ഗ്യാസ് ടെസ്റ്റ് സർട്ടിഫൈഡ് അറാംകോ ഗ്യാസ് ടെസ്റ്റർ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അറാംകോ ഇഷ്യൂർക്ക് തന്നെ സർട്ടിഫൈഡ് ആയിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ ആ ഇഷ്യൂർ തന്നെ ചെയ്യും. ഏതൊക്കെ ഗ്യാസാണെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ്, LEL, H2S, ഓക്സിജൻ. ഇത് നാലുമാണ്. പിന്നെ അതർ ഗ്യാസ് നോക്കും, പക്ഷേ മോസ്റ്റ്ലി നമ്മൾ നോക്കുന്ന ഈ 4 ഗ്യാസുകളാണ്. പിന്നെ ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഗ്രീൻ എന്ന് പറയുന്ന കൺഫൈൻഡ് സ്പേസ് പെർമിറ്റാണ്. ഇതിന് നമുക്ക് അഡീഷണലായിട്ട് വേണ്ട കൺഫൈൻഡ് സ്പേസ് എൻട്രി സൂപ്പർവൈസറി, സ്റ്റാൻഡ് ബൈ മാൻ. പിന്നെ നമുക്കുള്ളത് ബ്ലൂ വരുമ്പോൾ കോൾഡ് വർക്ക് പെർമിറ്റ്. പിന്നുള്ളത് റെഡ് വരുമ്പം ഹോട്ട് വർക്ക് എന്ന് പറയുന്നത് അറിയാമല്ലോ. ഇഗ്നിഷൻ സോഴ്സ് ഉള്ള എല്ലാം നമുക്ക് ഹോട്ട് വർക്ക്, ഇഗ്നിഷൻ സോഴ്സ് ഇല്ലാത്ത എല്ലാം കോൾഡ് വർക്ക്. എന്നുവെച്ചാൽ നമ്മൾ മാനുവലി മറ്റേ കോട്ടിങ് ചെയ്യുന്നു, പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നു, പിന്നെ വുഡൊക്കെ നമ്മൾ മാനുവലി കട്ട് ചെയ്യുന്നതിനൊക്കെ കോൾഡ് വർക്ക് മതി. ഇഗ്നിഷൻ സോഴ്സ് ഉള്ള എല്ലാത്തിനും നമുക്ക് ഹോട്ട് വർക്ക് വേണം. പിന്നെ നമ്മൾ ഈ കൺഫൈൻഡ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു എക്സ്കവേഷൻ നമ്മൾ ചെയ്യുക 1.2 ആണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നത് കൺഫൈൻഡ് സ്പേസ് ആയിട്ടാണ്. പിന്നെ വെസൽ, ടാങ്ക്, അതൊക്കെ നമ്മൾ എനി പാർട്ട് ഓഫ് ബോഡി, അത് എന്തെങ്കിലും നമ്മളൊരു കൈ അകത്തോട്ടിട്ടാൽ പോലും നമ്മളതിനെ കൺഫൈൻഡ് സ്പേസ് എൻട്രി പെർമിറ്റ് വേണം. പിന്നെ അതിൻ്റെ ചെക്ക് ലിസ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ പറഞ്ഞല്ലോ. ഈ ഡോക്യുമെൻറ്റ് JSA, ഇതിന് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് JSA, പിന്നെ ERP, HIP, മെത്തേഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 4 ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഇതെല്ലാം നമ്മൾ ജോയിൻറ്റ് സെറ്റ് ഇൻസ്പെക്ഷൻ, നമ്മൾ റിസീവറും ഇഷ്യൂറോടെ പോയിട്ട് ആ ജോലി സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല, ജോലി ചെയ്യാൻ പറ്റുമെന്നും. പിന്നെ ഇൻ കേസ് ഓഫ് വെതർ കണ്ടീഷൻ എന്തെങ്കിലും ബാഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂറിനോട് ഇൻഫോം ചെയ്തിട്ട് നമുക്ക് ആ ജോലി നിർത്താം. നമുക്ക് ഇൻഫോം ചെയ്താൽ മതി. ജസ്റ്റ് ഇതിനോരോ കാര്യം വെതർ കണ്ടീഷൻ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇനി